ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് അന. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെടുത്തൊരു വീഡിയോ ആണ്. ഏകദേശം 1.5 ആഴ്ച എന്തോ ആവുന്നു കേട്ടോ. എനിക്കിപ്പോഴാണ് ഇതൊന്ന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാനുള്ള ടൈം കിട്ടിയത്. ഫസ്റ്റ് കാര്യം, എനിക്ക് സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. സെക്കൻഡ് കാര്യം, എനിക്ക് റേഞ്ചും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ റേഞ്ച് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഉള്ളൊരു സ്ഥലത്ത് നിന്നാലേ ഈ ലോങ് വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ പോകട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി, ഇഷ്ടമായില്ലെങ്കിൽ ചെയ്യണ്ട കേട്ടോ. കുഴപ്പമില്ല, ആരെയും നിർബന്ധിച്ചിട്ട് നമ്മളോടുള്ള ഇഷ്ടം മേടിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അജു ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ. ഏകദേശം ഒരു 4-5 ദിവസമായേ. അജു ചങ്ങനാശ്ശേരിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഏസിനും ഇപ്പം ഒറ്റയ്ക്കാണ് ഉറങ്ങാറുള്ളതും എഴുന്നേൽക്കാറുള്ളതും. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഏസിനെ ഞാൻ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നൂത്തിടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ, അതായത് ഇവിടെ ഞാനൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാറില്ല. പക്ഷേ അജുവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് അതെല്ലാ പെൺപിള്ളേർക്കും ഉള്ളൊരു സ്വഭാവമായിരിക്കാം. സ്വന്തം വീട്ടിലൊന്നും ചെയ്യാതെ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കുന്ന സ്വഭാവമൊന്നും തീരെ ഉണ്ടായിരുന്നില്ലേ. അജുവിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും വെള്ളം കുടിക്കാറുള്ളത്. അജു കുറച്ചധികം വെള്ളം കുടിക്കും. ഞാനൊരു കവള് വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചാലായി. രാവിലെ ഒരു 8:30-9 മണിക്കാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. ഞാൻ അയത്തിലാണെന്നെങ്കിൽ കുറച്ചും കൂടി സ്പീഡിലാണ് കാര്യം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അവിടെ ക്ലീനിങ് പരിപാടികൾ, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്പീഡിലായിരിക്കും എല്ലാം ചെയ്യുന്നത്. ഇവിടെ വരുമ്പം സ്ലോ ആൻഡ് കാം ആൻഡ് സ്റ്റഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഭയങ്കര സ്ലോ മോഷനാണ് ഞാൻ. എല്ലാം ഇങ്ങനെ ആടി ഉലഞ്ഞായിരിക്കും ചെയ്യുന്നത്. ഇപ്പം വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ അടിപൊളി കാറ്റും തണുപ്പും ഭയങ്കര ഒരു പ്രകൃതി ഭംഗിയൊക്കെയാണ്. അതൊക്കെ കുറച്ച് നേരം ഞാൻ പോയി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിൻ്റെയും ലോറികളുടെയും പ്രൈവറ്റ് ബസ്സുകളുടെയും ഒക്കെ ഒരു തിരക്കാണ് റോഡിൽ. ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ റോഡ്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച്. ഈ മാസം, അതായത് വൃശ്ചിക മാസത്തിൽ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ മഴയൊക്കെ. എനിക്ക് തോന്നുന്നു കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടായിരിക്കും. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലാണെങ്കിൽ ഇന്ന് മഴ, അങ്ങനെയൊക്കെ ഒരു ക്ലൈമറ്റ്. കുറച്ച് നേരം അവിടേക്ക് നിന്ന് ആസ്വദിച്ചിട്ട് ഇനി നേരെ പോയിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചേ. കാര്യം ഏസിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാനുള്ളതാണ്. നേരെ പോകുന്നത് വാഷ്റൂമിലേക്കാണ് കേട്ടോ. ഇനി ഒന്ന് ഫ്രഷായിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവേ. ഞാനൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ഏസൻ പുറത്തുണ്ടായിരുന്നു കേട്ടോ. അവൻ രാവിലെ തന്നെ നല്ല കളിക്കുന്ന മൂഡിലാണ്. അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചേ. ഞാൻ നേരെ അടുക്കളയിലേക്കാണ്. ഇവിടുത്തെ അടുക്കളയിൽ ഭയങ്കര പ്രകാശമാണ് കേട്ടോ. ഇവിടെ ഗ്രില്ലായതുകൊണ്ടായിരിക്കും ഇത്രയും വെട്ടം അകത്ത് കയറുന്നതുകൊണ്ട് ഭയങ്കര പോസിറ്റീവാണ് അടുക്കളയിൽ എപ്പോഴും. പക്ഷേ വീടിനകത്ത് ഇത്രയും വെട്ടമില്ലേ. എപ്പോഴും ഇരുട്ടി അടച്ചാണ് വീട് കിടക്കുന്നത്. പക്ഷേ അടുക്കളയുടെ ഈ ഒരു ഭാഗം മാത്രം എപ്പോഴും നല്ല വെളിച്ചമാണ് കേട്ടോ. ഇന്നലെയല്ല, മെനഞ്ഞാന്ന് മേടിച്ച മാവിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് ഏസിന് മാത്രം ഒരു ദോശ കഷ്ടിച്ചുണ്ടാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആ ദോശ ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഏസിനെ ഞാനങ്ങ് അകത്തുകൊണ്ടിരുത്തിയായിരുന്നേ. അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. മുൻപ് ദോശയ്ക്ക് കറി ചമ്മന്തി തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നേ. ഇപ്പം അങ്ങനൊന്നുമില്ല. ഏത് കറി കൊടുത്താലും കഴിക്കും. അതിപ്പോൾ മീൻ കറി ആണെങ്കിലും പുള്ളി കഴിക്കാറുണ്ട്. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ. അതാണ് കേട്ടോ ദോശയിലൂടെ കറിയായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏസിന് ഇവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ ഞങ്ങളുടെ പണി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമുക്കിത് ഇരട്ടി പണിയാവാറാണ് കേട്ടോ ഉള്ളത്. എവിടെയെങ്കിലും തൂത്തുകൂട്ടി വെച്ചിരുന്നാൽ അതൊക്കെ തന്നെ എടുത്ത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടാറുണ്ട്. ഇനി എന്തായാലും ഞാൻ കുറച്ച് നേരം ദോശ കൊടുക്കട്ടെ. ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ്. ഇതിപ്പോഴെങ്ങും കഴിയത്തില്ല.
കുറച്ച് നേരം ഡാൻസും പാട്ടുമൊക്കെ കഴിഞ്ഞു. എയ്സിന് എങ്ങനെയൊക്കെയോ കുറച്ച് ദോശയൊക്കെ കൊടുത്തു കേട്ടോ. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ തിരിച്ച് അയത്തിലേക്ക് പോവാണ്. വീട്ടിൽ വന്നിട്ട് ഏകദേശം 2-3 ദിവസമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തിരിച്ച് പോകേണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുണികളൊക്കെ അങ്ങ് മടക്കി വെക്കാൻ കേട്ടോ. ഉമ്മ കഴുകി ഇട്ടിരുന്നതാണ്. എന്നോട് പറഞ്ഞു ഇത്രയും തുണി കിടപ്പുണ്ടെന്ന്. ഈ കുട്ടികളുടെ തുണി മടക്കാൻ ഭയങ്കര പാടാണ്, എനിക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയൊക്കെയൊക്കെ ഞാനങ്ങ് മടക്കി വെക്കും. എന്തായാലും ബാഗിൽ ഇതെല്ലാം കയറ്റി അറേഞ്ച് ചെയ്ത് വെക്കണം. കാര്യം ഇന്ന് വൈകുന്നേരത്ത് പോകുമ്പോഴത്തേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതെടുത്തില്ല അതെടുത്തില്ല എന്നൊക്കെയുള്ളൊരു ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ കൈയോടെ മൊത്തം ഞാനെടുത്ത് ബാഗിൽ കയറ്റുന്നുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഉമ്മ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കാൻ പുട്ടാണ്, പുട്ടും ഇറച്ചിക്കറിയാണ് കേട്ടോ. അതായത് ഇന്നലത്തെ ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു. അതിന് മുൻപ് ഷിഫാന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് കറി ഉണ്ടായിരുന്നു. ഞാനത് രണ്ടും കൂട്ടിയിട്ടാണ് കേട്ടോ പുട്ട് കഴിക്കുന്നത്. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചിക്കൻ കറിയല്ല, പുട്ട്, കടലക്കറി, അല്ലെങ്കിൽ പുട്ട്, പപ്പടം, അപ്പം, മുട്ടക്കറി. എനിക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യം. എനിക്ക് ലഞ്ചിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എയ്സിനെ കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. മുൻപൊരു വീഡിയോ ഇട്ടപ്പോൾ എയ്സിൻ്റെ പ്രൈവറ്റ് പാർട്ട് ചെറുതായിട്ടൊന്ന് കണ്ടതിന് ശേഷം യൂട്യൂബുകാരെന്നെ ഒന്ന് സെൻസർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നേ. അത് എത്രയൊക്കെ മാറ്റിയിട്ടും എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി കവർ ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയും എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയാവുമേ. എന്താണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ഫുൾ ടവൽ പൊതിഞ്ഞാണ് കേട്ടോ ഞാൻ എയ്സിനെ ഇരുത്തിയേക്കുന്നത്. എപ്പോഴും മോയ്സ്ചറൈസറൊന്നും ഇട്ട് കൊടുക്കില്ല. കാര്യം വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇട്ട് കൊടുക്കാത്തതിൻ്റെ റീസൺ വേറൊന്നുമല്ല, എയ്സിന് ക്രീമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം കയ്യിൽ വേണം. അത് മാത്രമല്ല അതെടുത്ത് നക്കും. ഇവൻ വിചാരിക്കുന്നത് അതൊന്നെങ്കിൽ ഐസ്ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ കേടോ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അവനടുത്ത് നക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ക്രീമൊക്കെ അവൻ്റെ അടുത്തുനിന്ന് മാറ്റി വെക്കാറുണ്ട്. ഇതിപ്പം ഡൈപ്പറും ഡ്രസ്സും ഒക്കെ ഇട്ട് കൊടുക്കുമ്പം കയ്യിൽ എന്തെങ്കിലും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കൊടുത്തേക്കാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓട്ടം തന്നെ ആയിരിക്കുമേ. ഇത് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡ്രസ്സിങ്ങൊക്കെ കഴിയും കേട്ടോ. അല്ലെങ്കിൽ അതും നടക്കത്തില്ല. ഞാൻ ഇവന് മേടിച്ചൊരു ടോയ് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാമേ. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ പ്രായത്തിലല്ല, കുറച്ചുകൂടെ വലിയ പ്രായത്തിലുള്ള ആൾക്കാർക്കല്ല കുട്ടികൾക്കാവുമ്പോഴത്തേക്ക് അതിനകത്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവന് ഇപ്പം അത്രയൊന്നും മനസ്സിലാവില്ല. പക്ഷെ അതിനകത്ത് ആനിമൽസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഏസൻ കാണിക്കാറുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ആ ഒരു ടോയ് കാണിക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ഞാനങ്ങ് വിട്ടുപോയി കേട്ടോ വീഡിയോ. അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഏസിനെ കിടത്തി ഉറക്കാം. രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു 1.5 മണിക്കൂറൊക്കെ കിടന്നുറങ്ങാറുള്ളത്. ഈ ടൈം ഡ്യൂറേഷനിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഉറങ്ങും, ചില ദിവസങ്ങളിൽ ഉറങ്ങത്തില്ല. ചിലപ്പോൾ 4 മണിക്കേ ഉറങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ടൈം ടേബിൾ പാറ്റേൺ പ്രകാരം കുളിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ കിടന്നുറങ്ങാറാണ് കേട്ടോ. അതിനുശേഷം പിന്നെയും 11 മണിക്ക് എഴുന്നേറ്റ് കളിച്ച് ഒരു 2 മണി ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. ആ 2 മണി ചിലപ്പോൾ 4 മണി വരെയൊക്കെ നീണ്ടു പോകാറുണ്ട്. ഉറങ്ങാനുള്ള ടൈമാട്ടോ, ഉറങ്ങി കിടക്കുന്നതല്ല. ഉറങ്ങിയിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന ആളാണ്. ഉടുപ്പിടണ്ടുള്ള താമസം ആ ക്രീം മാറ്റിയപ്പോഴത്തേക്ക് അപ്പോഴേ ആൾ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാൻ ഫീഡ് ചെയ്യാൻ നോക്കുകയാണ്. മുൻപൊക്കെ എങ്ങനെയെങ്കിലും കിടത്തിയാൽ അങ്ങനെ തന്നെ കിടന്ന് പാല് കുടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനൊന്നും അല്ല. എഴുന്നേറ്റ് നിന്നും ഇരുന്നും അവന് തോന്നുന്ന രീതിയിലൊക്കെയാണ് അവൻ പാല് കുടിക്കുന്നത്. അത് ഫുൾ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡ് മോഡിലിട്ടത് കാണിക്കുന്നത് കേട്ടോ. എങ്ങനെയൊക്കെയോ കുറച്ച് നേരം കിടത്തി നോക്കി, പക്ഷേ അവൻ കിടക്കത്തില്ല കേട്ടോ. അതായത് അവൻ പാല് ഇത് കുടിക്കുകയാണ്, പക്ഷേ അനങ്ങാതെ കിടന്ന് പാല് കുടിക്കില്ല കേട്ടോ. ഇങ്ങനെ വിരിവിരുത്തിരുന്നേ പാല് കുടിക്കാറുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞാൻ എൻ്റെ പരിശ്രമത്തിന് ശേഷം ആശാൻ പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. കാര്യം അവന് ഉറങ്ങാനുള്ളൊരു മൂഡൊന്നുമില്ല. കുറച്ച് നേരം കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നേരം കിടന്നോളെ പാല് കുടിച്ചുകൊണ്ട് അപ്പോഴേ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ മനസ്സിലായി കുറേ നേരം പുറത്ത് നിന്ന് കളിച്ചിട്ടും കാര്യമില്ല, എപ്പോഴായാലും ഞാൻ പിടിച്ച് കിടത്തി ഉറക്കുമെന്ന്. അങ്ങനെ തനിയെ വന്ന് കുറച്ച് നേരം കിടന്ന് ചിലപ്പോൾ തോളിൽ കിടന്നുറങ്ങും, ചിലപ്പോൾ തൊട്ടിൽ കിടന്നുറങ്ങും, ചിലപ്പം കട്ടിലും കിടന്നുറങ്ങും. പല ദിവസവും പല മൂടാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് ഞാൻ അടുക്കളയിൽ പോയി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഓറിയോ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്നാക്സ് കഴിക്കുന്ന സ്വഭാവം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് അവൻ കേൾക്കാതെ ഭയങ്കരമായിട്ട് സൗണ്ട് കുറച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. പക്ഷേ എങ്ങനെയോ അവൻ ഉണർന്നു. പക്ഷേ ആ കവർ പൊട്ടിക്കുമ്പോഴത്തേക്കൊന്നും വലിയ സൗണ്ട് ഇല്ലായിരുന്നു. ഞാനിത് മ്യൂട്ട് ചെയ്തിട്ടുമില്ല കേട്ടോ. അവൻ എങ്ങനെ ഉണർന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവന് ബിസ്ക്കറ്റിൻ്റെ മണം അടിച്ചോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ബിസ്ക്കറ്റൊന്നും കഴിക്കാറില്ല കേട്ടോ ഈസൻ.
അവന് ഇങ്ങനെ മധുരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇഷ്ടമല്ല, കുറച്ചും കൂടെ എരിയും പുളിയും ഉപ്പും ഒക്കെയാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും കൊടുക്കാറുമില്ല. ഞാൻ അൺഹെൽത്തി കഴിച്ചാലും ഏസിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ കൂടുതലും ഞാൻ കൊടുക്കാൻ നോക്കുന്നത്. അങ്ങനെ ഏസൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം തോളി കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല കേട്ടോ. ഞാൻ പതുക്കെ അങ്ങ് ഏസൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് അവനെടുത്ത് തോളി കിടത്തിയേ. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തിറങ്ങി ലഞ്ചൊക്കെ കൊടുത്തു കേട്ടോ. ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലാടാണ്. എന്നിട്ട് വേണം ഇനി എനിക്ക് പോയി ഫുഡ് കഴിക്കാൻ. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് അജു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു 5 മണി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങും, രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് എത്തിക്കോളാം, നീ എപ്പോഴത്തേക്ക് പോകുമെന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങിയതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ അടുക്കളയിൽ പോയിട്ട് ചോറ് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കില്ല. കാര്യം ഇന്ന് പുട്ടായിരുന്നല്ലോ. എനിക്ക് പുട്ടിഷ്ടമാണ്. എനിക്ക് ഗോതമ്പ് പുട്ടിനോടൊന്നും വലിയ താല്പര്യമില്ലേ, പക്ഷേ അരിപ്പുട്ട് എനിക്കിഷ്ടമാണ്. അങ്ങനെ അരിപ്പുട്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തു കേട്ടോ. അപ്പം നോക്കിയപ്പം കൂട്ടിന് ഞണ്ട് കറിയുണ്ടേ. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് തോന്നിയൊരു സാധനമാണ് പുട്ടും ഞണ്ട് കറിയും. ആ സമയത്ത് ഞണ്ടിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ എവിടേക്കോ പോയിട്ടാണ് അജു ഞണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് വന്നത്. അത് ഇപ്പോൾ ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുട്ടും ഞണ്ട് കറിയല്ല കേട്ടോ, ഞണ്ട് തോരനാണേ. പലരും പല രീതിയിലായിരിക്കും ഞണ്ടൊക്കെ വെക്കുന്നത്. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. പക്ഷേ അജുവിൻ്റെ വീട്ടിൽ ഞണ്ട് റോസ്റ്റൊക്കെ വെക്കാറുണ്ട്. രണ്ടും 2 ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാൻ കുറച്ച് ഞണ്ടും പുട്ടുമൊക്കെ കഴിക്കട്ടെ. എനിക്ക് മുൻപൊക്കെ ഞണ്ടിൻ്റെ കാല് ഇഷ്ടമായിരുന്നേ. പിന്നെ ഞണ്ടിൻ്റെ വയറായി കേട്ടോ കഴിക്കാൻ ഇഷ്ടം. കാര്യം വയറ്റിലാണ് കൂടുതൽ മാംസം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഞണ്ടിൻ്റെ വയർ ഭാഗം കഴിക്കാനാണ് കേട്ടോ താല്പര്യം. ഇനിയുള്ള വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വീഡിയോ എടുക്കാൻ ഭയങ്കര മടി കാണിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഉറങ്ങി എഴുന്നേറ്റ് പെട്ടെന്നായിരുന്നു നമ്മൾ അയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഫുൾ ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഒരു 3:30-3:45 ആയപ്പോൾ നമ്മൾ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നിന്ന് ബസ് കയറി, കണ്ണനല്ലൂർ ബസ് കയറിയിട്ട് അയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും കേട്ടോ. ഇനിയും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണം കേട്ടോ.